നമസ്കാരം. പാർലമെന്റിൽ നിന്നൊരു ദൃശ്യം വരുന്നുണ്ട്. മോഡിജിക്ക് കോർപ്പറേഷൻ താലത്തിൽ കൊണ്ടുവന്ന് കൊടുത്തതിന്റെ ചാരിതാർത്ഥ്യവും അതിന്റെ സന്തോഷം അദ്ദേഹത്തിന് കൂടി കാണാൻ വേണ്ടി പാർലമെന്റിന്റെ മുന്നിൽ നിന്നിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു രീതി നോക്കണേ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ, സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ, ലോഹം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഈ ഒരു ദൃശ്യത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കയ്യിൽ BJP എന്ന് എഴുതിക്കൊണ്ടോ നരേന്ദ്രമോദിയുടെ ചിത്രം പിടിച്ചോണ്ടോ ഒരു പ്രതിഷേധം ആ ഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ എവിടെയെങ്കിലും നടത്തിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിന്റെ ആവശ്യങ്ങൾ തരുന്നില്ല എന്നതിൻ്റെ പേരിൽ ഒരു സമരം ചെയ്തിട്ടില്ലെന്നേ. ഈ നാടിൻ്റെ നികുതിപ്പണം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് അവിടെ പോയി BJPക്കാരോടൊപ്പം ഇരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ജിയോടൊപ്പം ചായ കുടിക്കാൻ പോകുന്ന കൊല്ല MP, ജിയെ പാടിപ്പുകഴ്ത്തുന്ന തിരുവനന്തപുരത്തെ ശശി തരൂർ MP, ജിക്കൊപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജിയോട് ആരാധനയോടുകൂടി നോക്കിയിരിക്കുന്ന ബാക്കിയുള്ളവർ, അവർ അവിടെ പോയി ഉന്നയിച്ച ഒന്ന് രണ്ട് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടതാണ്. SFIയെ നിരോധിക്കണം. ഒരു തവണ പാർലമെന്റിൽ ഉന്നയിച്ച ആവശ്യമാണ്. ഇപ്പോൾ ശബരിമലയിൽ നിങ്ങൾ CBI വരൂ, കോടതിയെ വിശ്വാസമില്ലത്രേ, നിങ്ങൾ വരൂ, ഞങ്ങൾക്ക് അടുത്ത അവിടെ ഇലക്ഷനാണ്, എങ്ങനെയെങ്കിലും വരൂ. അങ്ങനെ നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്നവന്മാർ പച്ചയ്ക്ക് വർഗീയതയാണ്, അതായത് ഹിന്ദു വികാരം ഞങ്ങൾ ഉണർത്തി, ആ ഉണർത്തിയിലൂടെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. എന്താണ് സംഘപരിവാർ ചെയ്യുന്നത് ഈ നാട്ടിൽ? അതിൻ്റെ മറ്റൊരു വേർഷൻ. ഡൽഹിയിൽ പോയി നിന്നിട്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെയാണ് ഇതിലുള്ളവന്മാർ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയെന്ന് നിങ്ങൾ കാണാൻ പറ്റും. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ നാടിനോട് കേന്ദ്ര സർക്കാർ നടത്തുന്ന അവഗണന, അതിനെതിരെ ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം നടത്തി. അവിടെ അതിൽ കർണാടക മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു, പഞ്ചാബ് മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു, കെജ്രിവാൾ പങ്കെടുത്തിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാരില്ലായിരുന്നു. അന്ന് ആരോടൊപ്പമാണ്? അന്ന് ഇതിന് പകരം മോഡി ജി കി ജയ് എന്ന ആ ഫോട്ടോ നോക്കി വിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്നറിയില്ലേ? ഇവിടെ ഒരു കോർപ്പറേഷൻ താളത്തിൽ കൊടുത്തു. ആ താളത്തിൽ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് മോങ്കിജി നടപ്പിലാക്കിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാൻ വേണ്ടി ആ പാട്ടുപാടി കേൾപ്പിക്കുകയാണ്. ഞങ്ങളോട് കുറച്ചുകൂടി എന്തുണ്ടാവണം? സ്നേഹം ഉണ്ടാവണം. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് വരേണ്ടവരല്ലേ? ഞങ്ങൾ ഇവിടെ എതിർക്കുകയാണല്ലോ. എതിർത്ത് എന്തുണ്ടാകണം? ഇവരിയ്ക്കുന്ന സ്ഥലത്ത് ആളും കുറയുന്നു, അപ്പുറത്ത് ആള് കൂടിക്കൂടി വരുന്നു. അങ്ങനെ BJPക്കാരെ ഈ നാട്ടിൽ കൂടി കൊണ്ടു നടന്ന് വളർത്തുന്നവർ എങ്ങനെയാണ് സ്വന്തം മുന്നണിയിലുള്ളവരെ ഈ നാട്ടിൽ പാടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഡൽഹിയിൽ പോയി പാടി ആ വികാരം ഉണർത്തി ഞങ്ങൾ നേടിയ നേട്ടത്തെ അവിടുത്തെ ചാനലുകൾക്ക് മുന്നിൽ വരെ ആഘോഷിക്കാനുള്ള മനോഭാവം, അത് നാട് കാണേണ്ടതാണ്. ഇവരെയൊക്കെയാണ് വിജയിപ്പിച്ചു വിടുന്നത്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ നാടിലെ ജനങ്ങൾക്ക് വേണ്ടി, അവർക്ക് നിഷേധിക്കപ്പെടുന്ന ഫണ്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഇവരാൽ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് അത് നടപ്പാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, ഹൈവേ തകർന്നു വീണത് ഈ അടുത്ത ദിവസമാണ്. അതിൻ്റെ പേരിൽ അവിടെ ഒരു സമരം വെച്ചത് നിങ്ങൾ കണ്ടോ? ഇതൊന്നും അവരുടെ പ്രശ്നമല്ലെന്നേ. അവർ ഈ അടുത്ത കാലത്ത് കോർപ്പറേഷൻ പിടിച്ചതിൽ ശശി തരൂർ ആരെയാണ് പുകഴ്ത്തുന്നത്? ഇവരോടൊപ്പം ഇരിക്കുന്ന വ്യക്തിയാണ്. ആ നേട്ടത്തെ എല്ലാം പ്രകീർത്തിക്കുന്നത് നിങ്ങൾ കേട്ടതാണ്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ചിലർക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഇന്നും തറവാട്ടി പറന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കൂടി ചേർന്ന് ഞങ്ങൾക്ക് ഇന്ത്യയിൽ മുഴുവൻ അവരെ വളർത്തി ഇന്നിപ്പോൾ പ്രധാനമന്ത്രിമാരെ വരെ ഉണ്ടാക്കി കൊടുത്തവരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. ഇങ്ങനെ വിശ്വാസം പറഞ്ഞും മതം പറഞ്ഞും മനുഷ്യരെ വേർതിരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു തിരിച്ചടി കൊടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് അധികം കിട്ടി എന്നതിൻ്റെ പേരിൽ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് ഇവർ അറിയുന്നില്ല. ഇടതുപക്ഷത്തിന് വീഴ്ചയുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം. എങ്ങനെ? വോട്ടിൻ്റെ ബേസിലല്ല, ചില സീറ്റുകൾ കുറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു കൈ സംഘപരിവാറിന്റെ തോളിലും മറ്റൊന്ന് ലീഗിന്റെ തോളിലുമാണ്. അങ്ങനെ സ്വന്തമായി നടക്കാൻ കാലില്ലാതെ രണ്ടുപേരുടെ തോളിൽ ഇങ്ങനെ തൂങ്ങി ആടുന്ന വിഭാഗക്കാരെ സംഘപരിവാറുകാർ സഹായിച്ചില്ലെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലില്ലെങ്കിൽ, വരും കാലത്ത് ഇവരില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ തന്നെ സ്വന്തമായിട്ട് നടക്കാൻ കാലില്ല, മറ്റു ഊന്നുവടികളുടെ സഹായത്തോടു കൂടി നടക്കുന്നവർ ആ വിജയത്തെ ഈ രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് സ്വന്തം മുന്നണിയിലെ മറ്റൊരു കക്ഷിയെ ഡൽഹിയിൽ പോയി ഇന്ന് മോഡിയുടെ പ്രീണനത്തിന് വേണ്ടി ഇങ്ങനെ അധിക്ഷേപിച്ച് കാണിച്ചിട്ട് വലിയ മേന്മ കാണിക്കുന്നവർ, സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നതെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾ സ്വന്തം കുഴിയാണ് തോണ്ടുന്നതെന്ന് വരും കാലങ്ങളിൽ തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അതിൽ ഒരു തർക്കവും തന്നെയില്ല.